ഹലോ, ടുഡേ വി വിൽ ബി ഡിസ്കസിങ് സിംറ്റംസ് ഓഫ് ജോണ്ടിസ്. അപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധിയായിട്ട് കൂടുതൽ കണ്ടുവരികയാണ്. അതിന് എന്തൊക്കെയാണ് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന സിംറ്റംസ് എന്നുള്ളതാണ് ഇന്നത്തെ ഇത് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന സിംറ്റംസ് ഒക്കെയാണ്. ഫസ്റ്റ് ഫീവർ ഉണ്ടാവും, അതേപോലെ തന്നെ യെല്ലോ കളേർഡ് ആയിട്ടുള്ള പെയിലായിട്ടുള്ള സ്കിന്നായിരിക്കും. നമ്മുടെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് യെല്ലോയിഷ് കളേർഡായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ സ്ക്ലീറ യെല്ലോ കളേർഡായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഡയേറിയ, ടയേർഡ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇച്ചിനെസ്, അതായത് ചൊറിച്ചിലുണ്ടാവും. അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും. വെയ്റ്റ് ലോസ്, വോമിറ്റിംഗ് ആൻഡ് നോസിയ, ആൻഡ് ദെൻ ഡാർക്ക് കളേർഡ് യൂറിൻ. ഇഫ് ദ ജോണ്ടിസ് ഇസ് സിവിയർ, ഈ യെല്ലോ കളറിലൊക്കെ ബ്രൗൺ കളറായിട്ട് മാറാനുള്ള സാധ്യത കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫീക്കൽ ഓറൽ റൂട്ടിലൂടെയാണ് ജോണ്ടിസ് സ്പ്രെഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കഴിക്കുക. അതേപോലെ തന്നെ നല്ല കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിനൊന്നും നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഹാൻഡ് വാഷിങ് ഒരു റെഗുലർ ആയിട്ട് നമ്മുടെ റുട്ടീനിലൊരു ഭാഗമാക്കാൻ നോക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.